ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. पुरुषोत्तम अधिमास की ജയ്. चौराग्रगण्यम पुरुषम श्री कृष्ण भगवान की ജയ്. ഹരേ കൃഷ്ണ. അപ്പോൾ ചൗരാഷ്ടത്തിനെ കുറിച്ച് ഒരു ക്ലാസ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഒരു ഭക്ത. അപ്പോൾ ശരിയാണ്, എല്ലാവരും കേട്ടിട്ടുണ്ട്. പുരുഷാധികമാസത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചൗരാഷ്ടം അറിയാം, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആ മാസം ഈ മാസങ്ങൾ ചൊല്ലാറുണ്ട്. പക്ഷെ ഒരു ക്ലാസ്സായിട്ട് അതിന് മുഴുവൻ വിവരിച്ചിട്ട് അതിനുള്ള ഭക്തി മുഴുവൻ ആർജിച്ച് എന്നിട്ട് ഭഗവാനെ സ്വഹൃദയത്തിൽ സ്ഥാപിക്കാൻ, അതാണ് ഉദ്ദേശം. എല്ലാ ഭക്തിപരമായ എല്ലാ കർമ്മങ്ങളുടെയും അതിൻ്റെ അവസാനത്തെ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിക്കണം. പ്രേമാഞ്ജന ചുരിത ഭക്തി വിരോചന സന്ദസ്സദൈവ ഹൃദയേഷു വിലോഭയും അതാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചൗരാഷ്ടകം വളരെ ഭക്തശ്രേഷ്ഠനായിട്ടുള്ള ബില്ലോങ്കല സ്വാമിയായി രചിച്ചതാണത്. അതുകൊണ്ട് അതിന് പ്രാധാന്യമേറുന്നു. ഭാവത്തിൻ്റെ ഏറ്റവും നിറമുട്ടം എന്ന് പറയാൻ പറ്റുന്ന ബില്ലുമംഗല സ്വാമിയാർ. അപ്പോൾ പുരുഷോത്തമ അധികമാസം ഇന്ന് ഈ അധികമാസം എന്ന് പറയുമ്പോൾ 3 കൊല്ലത്തിൽ ഒരിക്കൽ വരുന്നതാണ് ഈ അധികമാസങ്ങൾ. അധികമാസം വെച്ചാൽ എക്സ്ട്രാ 3 വർഷത്തിൽ ഒരിക്കൽ വരിക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസങ്ങളിലും അതിൻ്റേത് ഓരോ നക്ഷത്രം, രാശി, അതിൻ്റെ അധീനത്തിലേക്ക് ഓരോ മാസം. അതായിരിക്കും ആ മാസങ്ങളിൽ അതിനെ സ്വാധീനിക്കുന്ന, കൺട്രോൾ നിയന്ത്രിക്കുന്നതും ആ നക്ഷത്രം, രാശിയായിരിക്കും ഓരോ പ്രത്യേക മാസം. പക്ഷേ അധിക മാസത്തിന് അതിന് മുകളിൽ ഒരു സ്വാധീനവുമില്ല. നക്ഷത്രവും ഇല്ല, രാശിയില്ല, ഒന്നുമില്ല. അത് സർവസ്വാതന്ത്ര്യമാണ്, നേരെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അതാണ് ഇത്രയും പ്രത്യേകത. പുരുഷോത്തമ അധികമാസം പറയുമ്പോൾ അത് ഭഗവാന്റെ നേരിട്ട് നിയന്ത്രണത്തിലിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് അത്രയധികം പേര്. അപ്പോൾ ഇവിടെ പുരുഷോത്തമനായിട്ടിരിക്കുന്ന ആരാണ്? പുരുഷോത്തമനായിരിക്കുന്ന സ്വയം നമ്മുടെ ആൾ തന്നെ, കൃഷ്ണൻ തന്നെ. അപ്പോൾ പുരുഷോത്തമൻ അല്ലേ? പുരുഷോത്തമൻ പരാജയം കേട്ടിട്ട്. പുരുഷോത്തമൻ ആരാ? ശ്രീരാമചന്ദ്രൻ പറ്റി പറയാറുണ്ട് നമ്മൾ, പുരുഷോത്തമ എന്ന് പറയാറുണ്ട് അല്ലേ? മര്യാദ പുരുഷോത്തമൻ പറയും. മര്യാദ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെ വളരെ ഐഡിയലാണ്. മാതൃകാപരമായിട്ടുള്ള അച്ഛൻ, നല്ല മകൻ, മാതൃകമായ ഭർത്താവ്, ഭരണാധികാരി, എന്തൊക്കെയോ മാതൃകമായിട്ടുണ്ട്. വളരെ പുൻകഷ്ണമായിട്ട് നല്ല നിഷ്ഠയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും, അത് വേദങ്ങൾ പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ ഭരണസംബന്ധമായിട്ടുള്ള കാര്യം ശരി, ധർമ്മശാസ്ത്രമായാലും ശരി, ശാസ്ത്രങ്ങൾ എന്ത് പറയുന്നു അതനുസരിച്ച് മാത്രം ചെയ്യുന്ന ആളാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് അദ്ദേഹത്തിനെ മര്യാദ പുരുഷോത്തമൻ. പക്ഷെ നമ്മുടെ ആളെ വന്നപ്പോൾ, ശ്രീകൃഷ്ണകാര്യം വന്നപ്പോൾ, ശ്രീകൃഷ്ണൻ ഞാനെന്തിനു വേണം, ഞാനെന്തിനെ അനുസരിക്കണം, ഞാൻ പരമദിവ്യോത്തമ പുരുഷനാണ്, ഇതൊക്കെയും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നിയമങ്ങളും മറ്റേ കാര്യങ്ങളും വേദങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കതിൻ്റെ കാര്യമൊന്നുമില്ല, എനിക്ക് ഒന്നിനും അനുസരിക്കുന്ന കാര്യമില്ല. അപ്പം അതങ്ങനെയാണെങ്കിൽ എല്ലാം മാതൃകപരമായിരിക്കണം അല്ലേ? മാതൃകമായിട്ടുള്ള അച്ഛൻ, മാതൃകമായിട്ടുള്ള മകൻ, മാതൃകമായിട്ടുള്ള ഭർത്താവ്, മാതൃകമായിട്ടുള്ള രാജാവ്. അപ്പം അതേപോലെ മാതൃകപരമായിട്ടുള്ള കള്ളനും ആവണം. അത് കൃഷ്ണന് മാത്രം സ്പെഷ്യാലിറ്റിയാണ്. മാതൃകമായിട്ടുള്ള ചൗരാഗ്രഗണ്യൻ, കള്ളന്മാരിൽ അഗ്രഗണ്യൻ. പല സ്ഥാനങ്ങളും നമുക്കുണ്ടാവും. വീരന്മാര്, ശൂരന്മാര്, സുന്ദരന്മാര്, ജ്ഞാനികള്, അഗ്രഗണ്യൻ, അങ്ങനെ കുറെ അഗ്രഗണ്യ, പല കാര്യങ്ങളിലും അഗ്രഗണ്യനായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോഴേ
കള്ളന്മാരും ചക്രകാണിയനായിട്ടുള്ള ആരെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു എന്താ പറയാ, ഒരു സ്തുതിയാണോ അല്ലെങ്കിൽ അത് കോംപ്ലിമെന്റ് ആണോ? അത് ഒരാളെ നമ്മള് കള്ളൻ സാറേ എന്ന് പറയുന്ന അയാളെ സംബന്ധിച്ചാണ് നല്ല കാര്യമാണ്. ഇപ്പൊ പറഞ്ഞ നമുക്ക് പറയാൻ ഭയങ്കര പ്രധാനപ്പെട്ട ഒരാള്, അത് സ്ഥലത്ത് ദിവ്യൻ ആളിവിടേക്ക് വരികയാണെങ്കിൽ നമ്മളെ പിന്നെ സാറ് സാറ് സാറോ പിന്നെ ഇയാള് CM-നേക്കാൾ മുഖ്യം ചെയ്യാൻ ഇപ്പൊ CM, കളക്ടറേറ്റ്, മേയർ, അങ്ങനെ ധാരാളം ആൾക്കാരാണ് ഇയാളെ പിന്നാലെ നിൽക്കുകയാണ്. അപ്പൊ നമ്മളും പിന്നാലെ നിന്നിട്ട് ഇങ്ങനെ സാർ 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 എന്ന് പറഞ്ഞിട്ടിരിക്കും. കൂട്ടത്തിൽ ആളെ നമുക്ക് പറയാൻ പറ്റുമോ? കള്ളൻ സാറേ എന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും കള്ളൻ സാർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ? അപ്പൊ നമുക്കറിയാലോ, നമ്മൾ അപ്പൊ ആ നിമിഷം നമ്മളെ പിടിച്ച് പുറത്താക്കി കൊടുക്കണം, ഇവരറിയുന്നത്. പക്ഷേ കൃഷ്ണന്റെ മുമ്പിൽ നമുക്ക് പറയാം, കൃഷ്ണന്റെ മുമ്പിൽ കള്ളൻ സാറേ, കള്ളാ, കള്ളന്മാരുടെ സേനാപതി, കള്ളന്മാരുടെ സേനാപതിയാ, സർദാർ, കള്ളന്മാരുടെ സർദാറാണ് കൃഷ്ണൻ. ആ പേരും വിളിച്ചുകൊണ്ട് കൃഷ്ണന് മുമ്പിൽ പോവാം. നമുക്ക് കൃഷ്ണന്റെ ആ മുമ്പിലെ പ്രണമിക്കാം, ആരതി ചെയ്യാം, കൃഷ്ണ ഓഫറിംഗ് ചെയ്യാം. വേണമെങ്കിൽ ഒരു സൈൻ ബോർഡും വയ്ക്കാം, കള്ളന്മാരുടെ കള്ളൻ നമ്മുടെ. അങ്ങനെ ഒരു അമ്പലം ഒറീസയില്, റെമുനയില്, അറിയോ? കിർച്ചോ ഗോപിനാഥ് പറയും. കിർച്ചോ ഗോപിനാഥ് കള്ളൻ. അപ്പൊ കള്ളൻ എന്നാ കട്ടണേ? കട്ടത് കുറച്ച് പായസം, ഒരു 50 ഗ്രാം പായസം, ഒരു ചെറിയൊരു എന്താ പറയാ കട്ടോര അല്ലെങ്കിൽ 50 ഗ്രാം പായസം കട്ടു. അത് വലിയ കക്കലാണോ? അതിന് കൃഷ്ണനെ കക്കാൻ പറയാൻ പറ്റുമോ? കൃഷ്ണന്റേതാണ് എല്ലാം. ശവാസിം ഇതം ജഗത്യം കിഞ്ചിത്. ഈ രാത്രിക്ക് മുഴുവൻ കൃഷ്ണന്റെയാണ്. പിന്നെ കൃഷ്ണൻ കട്ടു എന്ന് പറയാൻ പറ്റും? പൂജാരി ചോദിക്കാം, പൂജാരി ഇരിക്കുന്ന പൂജാരി അങ്ങനെയാണ്, ഈ അമ്പലം അങ്ങനെയാണ്, ഗോശാല അങ്ങനെയാണ്, ഈ പശുക്കൾ അങ്ങനെയാണ്, പശുക്കളിൽ നിന്ന് പാലൊക്കെ അങ്ങനെയാണ്. പിന്നെ അങ്ങ് അത് കട്ടു എന്ന് പറയാൻ പറ്റുക? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ കട്ടു എങ്ങനെ? ഞങ്ങൾ 10-15 കിലോ 20 കിലോ ദിവസം ഉണ്ടാക്കണ്ട്, അത് മുഴുവൻ അങ്ങേക്കാ വെച്ചേക്കണേ. പിന്നെ അതൊന്നും ഇങ്ങനെ കട്ടു എന്ന് പറയാൻ പറ്റുക? അങ്ങനെയല്ല, നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. എന്നുവെച്ചാൽ എനിക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ഭോഗാണത്. ഞാൻ ഭോഗെടുത്ത് പ്രസാദമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഭക്തന്മാർക്ക് അവകാശമായത്. അത് പിന്നെ എൻ്റെ അവകാശം കഴിഞ്ഞു അതില്ല, പിന്നെ എൻ്റെ അല്ല അത് പിന്നെ ഭക്തന്മാരുടെയാണത്. അവർക്കാണ് അതിൻ്റെ മുകളിൽ അവകാശം. അങ്ങനെ അവർക്കുള്ള അവകാശത്തെ കയറി ഞാൻ പിടിച്ചാൽ മാറ്റിവെച്ചിരിക്കണം. ഇന്നൊരു പൂജാരി വിളിച്ചു പറയും, ഞാൻ കട്ടുവിട്ടോ, ഞാൻ അവിടെ കട്ടു വെച്ചിട്ടുണ്ട്, നീ പോയിട്ട് മധുവ. ആരാണ് ഭക്തനാരാ? ആരാ ഭക്തൻ? ഗൗഡി വൈഷ്ണവന്റെ ഏറ്റവും വലിയ പരമാചാര്യനായിട്ടുള്ള മധ്വാചാര്യ താഴെ ആ മധ്വാചാര്യ നമ്മൾ തുറക്കണം. നമ്മുടെ ഗൗഡിയ പരമ്പര ആരംഭിക്കുന്നത് ഭഗവത്ഗീതയിലെ മാധവേന്ദ്രപുരി 18ാമത്തെ ചൈതന്യമഹാപ്രഭു ഈശ്വരപുരി മാധവേന്ദ്രപുരി 18ാമത്തെ മാധവേന്ദ്രപുരി കാത്തിരിക്കുകയാണ് അവിടെ കൃഷ്ണന്റെ ദർശനത്തിന് വേണ്ടിയിട്ട്, പായസം കിട്ടാനായിട്ട്. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ കട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ, ഞാനാ കട്ടായിട്ട്. ഏതെങ്കിലും കള്ളന്മാരെ പറയോ ഞാൻ കട്ടുവെച്ചു തന്നത്? പിന്നെ ഇങ്ങനെ കള്ളൻ എന്ന് പറയാൻ പറ്റുക? അതങ്ങനെയാണ്. അപ്പോ ഭഗവാൻ തന്നെ പറയാണ്, ഞാൻ കട്ടുവെച്ചിട്ടുണ്ട്, ആളെ വിളിച്ചു കൊടുത്തോളൂ. അപ്പോ അവിടെ അമ്പലത്തിന്റെ പേര് വന്നു, രമനല്ലേ, കീർച്ചോ ഗോപിനാഥ്. ശരിയാണ്, അങ്ങ് പറയാൻ ശരിക്കാണ്. പക്ഷെ ഇവിടെ എന്താ അത്ര വലിയ, നിങ്ങൾ എന്താ ചെയ്തേക്കണേ വിളിച്ചു? അറിയാം, ഞാൻ ഇവിടെ പ്രസിദ്ധനാണ്. വൃന്ദാവനത്തിൽ ഞാൻ വളരെ പ്രസിദ്ധനാണ്. ഓരോ തെരുവിലിരിക്കുന്ന ഓരോ കുട്ടികൾക്കും എൻ്റെ പ്രസിദ്ധി അറിയാം. അവർക്ക് എന്നെ അത്രയും അറിയാം ഞാൻ ആരെന്ന്. അങ്ങനെയത് വ്രജേ പ്രസിദ്ധം നവനീത ചൗരം. ഞാൻ കട്ടെന്താണ്, ഞാൻ എല്ലാ വീട്ടിലും പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ണ ഞാൻ കക്കും. അതെനിക്ക് മുമ്പ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്.
ഞാൻ സ്കൂളിൽ പോയില്ല. സ്കൂളിൽ ഞാൻ പോണ എപ്പോഴാണ്? കൃഷ്ണ എപ്പോഴും സ്കൂളിൽ പോകണം 12 വയസ്സ് കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോ 6 മാസം, ഒരു മാസം, ഒരു കൊല്ലയ്ക്ക് ആകുമ്പോഴേക്കും ഏതാണ്ട് മുട്ടുകുത്തി 4 വീലർ നടന്നു, പിന്നെ 2 വീലറായി. നടന്നു തുടങ്ങിയപ്പോൾ ഓരോ വീട്ടിൽ കയറി തുടങ്ങി. ഓരോ വീട്ടിലും ഓരോ തെരുവിലിരിക്കുന്ന ഓരോ വീട്ടിലും കയറിയിട്ട് ഇതാണ് പണി. പോയി വെണ്ണ കെട്ടുക. അത് പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാൻ പറ്റിയിട്ട്. പിന്നെ എങ്ങനെ ഞാൻ കള്ളനാവാതിരിക്കുക? അതൊക്കെ കട്ടുക പറയാൻ പറ്റും. ചെറിയ കുട്ടി, കുഞ്ഞു കുട്ടി, 1-2 വയസ്സ്, 3-4 വയസ്സുള്ള, അല്ലെങ്കിൽ മാക്സിമം 3 വയസ്സുള്ള കുട്ടി. കുട്ടിയുടെ ചപലത്തിൽ, അവരുടെ വികൃതി അതിലെ കണക്കാക്കാൻ പറ്റുള്ളൂ. ഒരു എന്താ പറയുക, 1/2 ഗ്ലാസ് പാല് കുടിച്ചാലേ വെണ്ണ കഴിച്ചു പറഞ്ഞാൽ ആരെങ്കിലും പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യും? പോലീസ് ഒന്ന് കേസ് എടുക്കും അവിടെ. അവിടെ 2 കിലോ പോയാലും ശരി പോലീസ് കേസ് എടുക്കില്ല. എന്നിട്ട് അതിനാണോ കള്ളം എന്ന് പറഞ്ഞത്? ഇതൊന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇതൊന്നും കള്ളത്തിനുമല്ല. അങ്ങനെയാണോ? എന്നാൽ ഞാൻ പിന്നെയും കട്ടേണ്ട. എന്താ കട്ടണ്ടേ? ഗോപാംഗനാനാം ദുകൂലചൗരം. എന്ത് കെട്ട്? ഞാൻ പിന്നെ ഗോപസ്ത്രീകളുടെ വസ്ത്രം ഞാൻ മോഷ്ടിച്ചു. ഇതിനേക്കാൾ വലിയ കള്ളം എന്താ കൃഷ്ണ പറഞ്ഞ? ഇത് അങ്ങ് പുരുഷൻ, അങ്ങ് ആൺകുട്ടിയാണ്. ആൺകുട്ടി പെൺകുട്ടിയുള്ള ഡ്രസ്സ് കൂട്ടി അത് വലിയ കള്ളത്തിലാണോ? ഇത് കള്ളം കാണിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം വേണ്ടേ ഇതില്? നിങ്ങൾക്കത് എടുക്കാൻ പറ്റുമോ? ഗോപിമാരുടെ ഡ്രസ്സാണത്. ഗോപിമാരുടെ ഡ്രസ്സ് കൃഷ്ണ എങ്ങനെയാണ്? ഒരിക്കൽ കൃഷ്ണനെ കൊണ്ട് ഇടിച്ചെന്ന ഗോപിമാരുണ്ട്. വേറെ കേസ് ഉണ്ടത്. വേറെ ഫാസ്റ്റ് ടൈമിൽ കൃഷ്ണൻ കിട്ടില്ല. അപ്പം കുറേ ഉണ്ടത്. കുറേ രസമുള്ള ഫാസ്റ്റ് ടൈം അത്. എന്തായാലും ശരി, ഇത് ഗോപിമാരുടെ ഡ്രസ്സല്ലേ. നമ്മൾ ഒരു കട്ട് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ ഇടണം. അപ്പോൾ ഗോപിമാരുടെ ഡ്രസ്സാണ്, പെൺകുട്ടികളുടെ ഡ്രസ്സാണ്. കൃഷ്ണൻ ആൺകുട്ടിയെ, നിങ്ങൾ ആൺകുട്ടിയല്ലേ കൃഷ്ണ, പിന്നെ നീ ഇടാൻ പറ്റിയത്? അല്ലെങ്കിൽ പോട്ടെ, ഇനിയിപ്പോൾ അത് നീ ഇട്ടില്ല, ഇത് പോയി മാർക്കറ്റിൽ പോയി വിൽക്കാൻ വയ്ക്കണെങ്കിൽ അത് കള്ളത്തിലാണ്. കട്ട മുതൽ എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും വാങ്ങിക്കുമോ? ഈ ഉടുപ്പ് ആരെങ്കിലും വാങ്ങിക്കുമോ? ഇത് ബർജറ്റിലത്തെ പെൺകുട്ടികളാണ്. അല്ല ഡൽഹിയിലത്തെയും ബോംബെയിലത്തെയും ന്യൂയോർക്കിലത്തെയും കുട്ടികളൊന്നുമല്ലത്. പെൺകുട്ടികൾ അവിടെ നല്ല ഫാഷനായിട്ടുള്ള ഡ്രസ്സിങ് കാണാം. അത് നമ്മൾ കട്ടെടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോഴേ വിലട്ടെ. ഇതങ്ങനെയല്ല. ഇത് ഗോമൂത്രവും ചാണകവും ഒക്കെയും പരേണ്ട സാധനമാണ്. അതെടുത്തിട്ട് ആരെങ്കിലും വാങ്ങിക്കോ? പിന്നെ എന്ത് കട്ടു എന്ന് പറഞ്ഞത്? ഇത് കട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊന്നും കക്കലല്ല. അത് വെറുതെ ഖ്യാതി എന്ന് പറയാം. ഞാൻ വലിയ കള്ളനാ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും വേണ്ടതില്ലേ? ഇത് വെണ്ണ കട്ടു അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കട്ടു എന്ന് പറയാനൊന്നും നമുക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ഓ അങ്ങനെയാണോ? ശരി. അവൻ ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട. ഒരു കള്ളനെ പോലും ചെയ്യാൻ പറ്റാത്ത വേറെ വലിയ കള്ളത്തരം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെന്താ കൃഷ്ണ? എന്താ കാണിച്ചേ? അനേക ജന്മാർജിത പാപചൗരം, അനേക ജന്മാർജിത പാപചൗരം. ധാരാളം ജന്മങ്ങള് ആർജിച്ചു വെച്ച പാപികളുടെ, കുറേ പാപികളാണ്. ലോകം മുഴുവൻ പാപികളാണ്. ലോകത്ത് മുഴുവൻ പാപികൾ മാത്രമല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. അത് സാധാരണ പാപമാണ്. ഒരു വർഷം, ഒരു ജന്മത്തിനും 2 ജന്മത്തിൽ നിന്നല്ല, കോടാനുകൂടി ജന്മങ്ങളുടെ. ഇപ്പൊ ബ്രഹ്മാവിന്റെ വയസ്സെന്ന് പറയുമ്പോൾ 156 ട്രില്യൺ ഇയേഴ്സാണ്. അപ്പൊ അന്നോട്ട് നമ്മളുണ്ട് ഇവിടെ. അപ്പോൾ എത്ര കോടിയായി? ആ കോടിയിൽ ആർജിച്ച എന്താ പറയാ പാപങ്ങൾ. ഇപ്പൊ പാപികള് ഇത് അങ്ങനെ ഒരു കള്ളൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉടനെ നമ്മൾ വിളിച്ചു കൊണ്ടുവരും അല്ലേ? ഹൈ എടുത്തോ ക്ഷേത്രങ്ങോട്ട് കൊണ്ടോളൂ, ഇവിടെ എന്താ വേണ്ടേ? പ്ലെയിനിൽ വരാം, പ്ലെയിൻ ചാർജ് തരാം, ദക്ഷിണ തരാം, എന്ത് വേണമെങ്കിൽ, എന്ത് ചിലർക്ക് മുഴുവൻ തരാം. എൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ പാപം മുഴുവൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം. ഓൺലൈനിലും ചെയ്താലും വഴി, ഓഫ്ലൈനിലും കുഴപ്പമില്ല. പാവം എടുത്തുകൊണ്ടുപോവോ, കട്ടുകൊണ്ടുപോവോ? അങ്ങനെ കക്കുന്ന ഏതെങ്കിലും കള്ളനെ അറിയോ? എല്ലാ ആൾക്കാരുടെയും പാപങ്ങൾ കട്ടുകൊണ്ടുവന്ന ഒരു കള്ളൻ. ശരിയാ. അത് ശരിയാണ്. അതുകൊണ്ടാണ് എന്താ പറഞ്ഞ, അതുകൊണ്ട് ചൗരാഗ്രഗണ്യാം പുരുഷം നമാമി. അതുകൊണ്ട് ചൗരാഗ്രഹം തന്നെയാണ് പറയാം. പക്ഷെ അതുകൊണ്ട് മാത്രല്ല കേട്ടോ, പിന്നെ ഞാൻ കുറെ കള്ളത്തം കാണിച്ചിട്ടുണ്ട്. അതെന്താ കുറെ കള്ളത്തം കാണിച്ചത്? ഇനി കേൾക്കട്ടെ, എന്താ വലിയ കള്ളത്തം കാണിച്ചാൽ പറയാം. എന്താണത്? ക്ഷീരാധികായ ഹൃദയസ്യ ചൗരം. ക്ഷീരാതയുടെ ഹൃദയം കട്ടു. ഈ കട്ടു എന്ന് പറയാൻ എന്തായിരിക്കണം? കക്ക എങ്ങനെ കക്ക?
നമ്മൾ ആരുടെയെങ്കിലും മുതൽ അയാളുടെ സമ്മതമില്ലാണ്ട് അയാളുടെ അറിവില്ലാണ്ട് കൊണ്ടുപോയാണ് മോഷണം എന്ന് പറയാം അല്ലേ? അയാളുടെ അറിവോട് കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മോഷണമാകും. അയാളുടെ സമ്മതത്തോട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മോശമല്ല. ഇവിടെ കൃഷ്ണമാണ് രാധികായ ഹൃദയച്ചൗരം. അതെങ്ങനെ പറ്റുക? ഹൃദയം വേണം പുറത്ത് കിടക്കുന്ന സാധനമാണത്. പുറത്താണോ കിടക്കുന്നത് ഹൃദയങ്ങൾ? അല്ലെങ്കിൽ ഷർട്ടിന്റെ പോക്കറ്റിലാണോ കിടക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തെ എവിടെയും ഒട്ടിച്ചിരിക്കുകയാണോ? ഇത് നമ്മുടെ ഹൃദയത്തിന് ഉള്ളിൽ ഇരിക്കുന്ന സാധനമാണ്. ഇത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ എളുപ്പമാണോ? അറിവോടില്ലാണ്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? അത് അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് ആക്കിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അനസ്തേഷ്യ എടുത്തിട്ട് ബോധം കെടുത്തി പതുക്കെ ഹൃദയം ദേഹമെല്ലാം പൊളിച്ച് നെഞ്ചവാലം തകർത്തെടുത്ത് മുറിച്ചെടുത്ത് എന്നിട്ടെടുക്കണം. അല്ലാണ്ട് പറ്റുമോ? അങ്ങനെയൊന്നുമല്ല ഞാൻ കെട്ടണ്ട. ഞാൻ രാധയുടെ ഹൃദയം ഞാൻ കെട്ടണ്ട. അങ്ങനെയത് രാധ ഹൃദയമില്ലാണ്ട് നടക്കുന്നതിനൂടെ രാധാറാണി ഹൃദയമില്ലാണ്ട് കിടക്കണോ? ഹാർട്ട്ലെസ് ആണോ രാധാറാണി? അല്ല, പോയി ചോദിച്ചു നോക്കൂ. രാധാറാണി ചോദിച്ചു നോക്കി അറിയാം. അങ്ങനെയാണോ? എന്താ അത്? രാധാറാണിയുടെ ഹൃദയത്തിൽ ഉള്ളിലിരിക്കുന്ന സാധനം ഞാൻ ഞാനായി മാറിയത്. അതെന്താ? ഹേ കൃഷ്ണ ഹേ കൃഷ്ണ ഹേ കൃഷ്ണ ഹേ കൃഷ്ണ എപ്പോഴും ഹൃദയത്തിലാണ്. ഹേ കൃഷ്ണ ഹേ കൃഷ്ണ ഹേ കൃഷ്ണ ഹേ കൃഷ്ണ. അങ്ങനെ ആയിരിക്കുന്ന ഹൃദയം കൃഷ്ണൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് വേറെ രൂപത്തിലൊന്നു കൃഷ്ണൻ. അതാരാ? രാധാറാണി ആ നിറവും മോഷ്ടിച്ചു കൊണ്ടത്തില്. ഹൃദയം മാത്രം നിറവും മോഷ്ടിച്ചു. ചൈതന്യ മഹാപ്രഭു. അതന്നെ ചൈതന്യ മഹാപ്രഭു. അങ്ങനെയാണല്ലോ രാധാറാണിയുടെ ഹൃദയം മോഷ്ടിച്ചു കളഞ്ഞത്. രാധാറാണിയുടെ ഹൃദയത്തിൽ എപ്പോഴും കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. കൃഷ്ണനെ കുറിച്ച് ചിന്ത കൃഷ്ണനെ എപ്പോഴും കൃഷ്ണനെ പറ്റി മാത്രം ആലോചിച്ച് കൃഷ്ണനെ പറ്റി മാത്രം ചിന്തിച്ച് എപ്പോഴും ഇരിക്കുന്നതാണ് രാധാറാണി. എപ്പോഴും ഹേ കൃഷ്ണ ഹേ കൃഷ്ണ ഹേ കൃഷ്ണ മാത്രമേ ഉള്ളൂ. അതിനോട് കൃഷ്ണൻ രാധാറാണിക്ക് ഇത്രയും പ്രേമം എന്ന് കൃഷ്ണ ആലോചിച്ചു. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. എന്താണ്? രാധാറാണിയുടെ ഹൃദയം കക്കണം. മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ കൃഷ്ണൻ രാധാറാണിക്ക് എന്തുകൊണ്ടാണ് കൃഷ്ണൻ ഇത്രയധികം പ്രേമം എന്ന് മനസ്സിലാക്കണമെങ്കിൽ രാധാറാണിയുടെ ഹൃദയം കക്കണം. അപ്പൊ ഞാൻ ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ കൂട്ടത്തില് രാധാറാണിയുടെ നിറവും എടുത്തു. ഗൗരംഗി അങ്ങനെയാണ്. അതും ചെയ്തിട്ടല്ലേ? അതാണ് വ്യത്യാസം ഇതിൽ പറയുന്നുണ്ട്. ഗൗരാംഗൻ ഗദാധര പണ്ഡിത് എന്നുള്ള എന്താണ് രാധാറാണിയുടെ അംശമായിട്ട് കണക്കാണ്. രാധാറാണിയുടെ അംശം നോക്കുമ്പോൾ രാധാറാണിയുടെ ഹൃദയം എവിടെ? രാധാറാണിയുടെ ഹൃദയം എവിടെ ഇരിക്കണം? ഗൗരംഗയിൽ ഇരിക്കണം. അപ്പൊ ഗൗരംഗ ഡബിൾ ഹാർട്ടാണ്. ഗൗരംഗയിലുള്ളില് രാധാറാണി ഹൃദയം കൃഷ്ണനും ഉണ്ട്. ഗദാധര പണ്ഡിറ്റ് ഹാർട്ട്ലെസ് ആയിട്ട് നടക്കണമെന്ന് പറഞ്ഞത്. അപ്പോ ശ്രീരാധികായ ഹൃദയസചൗരം. രാധാറാണിയുടെ ഹൃദയം ഞാൻ മോഷി മാത്രമല്ല പിന്നെന്താണ്? നവാംബുദ ശ്യാമള കാന്തി ചൗരം. നവാംബുദ ഫ്രഷ് ക്ലൗഡ്സ്, പുതുമേഘത്തിന്റെ വർണ്ണം ഞാൻ എടുത്തു. എന്ത് കഷ്ടാന്ന് നോക്കണം. വർത്താനം പറഞ്ഞാൽ എന്ത് വേണമെങ്കിൽ പറയാറായപ്പോ അതെങ്ങനെയാ സാധിക്കാതെ? ആകാശത്തിരിക്കുന്ന സാധനം കളർ എടുക്കുന്നോ? നമ്മൾ എത്ര എഴുതി വെച്ചാലും ശരി എൻ്റെ അവിടെ കയറാൻ പറ്റില്ല. പണ്ട് കംസനല്ല രാവണല്ലേ? രാവണൻ വിചാരിച്ചു ആ സ്വർഗത്തിൽ നല്ല വഴിയുണ്ട്. എന്താ കുറെ കോണി വെച്ച് കയറുക എന്ന് വെച്ചിട്ട്. അങ്ങനെ കുറെ കോണി വെച്ച് കയറി കഴിഞ്ഞാൽ ആകാശത്തിന്റെ മേഘം നമുക്ക് പിടിക്കാൻ പറ്റും. ഞാനത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട്, എവിടെ? ഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ ആ സാധനം എടുത്തിട്ടുണ്ട്. അപ്പൊ മേഘം നോക്കുമ്പോ എന്താ ചെയ്യണം? മേഘം നോക്കുമ്പോ മേഘത്തിന് നിറമില്ല. വേറെ ആൾ എന്നെ നിറം എടുത്തയക്കാണല്ലോ. നവാംബുദ ശ്യാമള കാന്തി ചൗന്ദ്രം. നവാംബുദ ആ പുതിയ ഗവൺനെ എടുത്ത് ഇവിടെ നിന്നുകൊണ്ട് കൃഷ്ണൻ എടുത്തു. അതെടുത്തു, രണ്ട് കൈകൊണ്ട് എടുത്തു. ആ നിറം എടുത്ത് മേഘങ്ങൾ വെച്ചു. മേഘം നോക്കുമ്പോ താഴെ ഒരു കുട്ടി എൻ്റെ നിറം എടുത്തേക്കാണ്. എൻ്റെ നിറം കാണാനില്ല. ഇപ്പൊ എനിക്ക് നിറമില്ലാണ്ട് ഒരു ചെറിയ കുട്ടി ഇതാ എൻ്റെ നിറം എടുത്തിട്ടേക്കുന്നു. നടക്കുന്ന ഓടി അങ്ങോട്ട് നടക്കുക. അത് എൻ്റെ നിറം ഇതല്ല കാര്യം.
ശരി, അപ്പൊ അത് കൊടുത്തിട്ടുണ്ടല്ലേ. പക്ഷെ എന്നാലും ശരി, ഇയാൾ മുഴുവനും കണ്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അഗ്രഗണ്യനാവാൻ എങ്ങനെയത്? ചൗരാഗ് അഗ്രഗണ്യനാണ്. പോലെ പദാശിചാനാം സമസ്ത ചൗരം. എന്റെ കൃഷ്ണ എന്താ പറഞ്ഞ? പദാശിതാനാം ച സമസ്ത ചൗരം. എന്നെ ആശ്രയിച്ചവരെ എല്ലാം ഞാൻ കക്കും. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളെ ആരെങ്കിലും അന്വേഷിച്ച് ഭയങ്കര പാവമായിട്ടുള്ള ആള്, ഒന്നുമില്ലാണ്ട്, ഭക്ഷണമില്ല, വസ്ത്രമില്ല, വീടില്ല, ഒന്നുമില്ലാണ്ട് ആകെ കൂടി ബിക്കംസ് ടോട്ടലി മുഴുവൻ എന്താ പറയാ, എന്ത് ഗൃഹം എന്ന് പറയാ, വീടും കൂടി ഇല്ലാണ്ട് അല്ലല്ല അങ്ങനത്തെ ബഞ്ചാരസ് ബഞ്ചാരസ് വിചാരം അല്ലല്ല, നമ്മള് മലയാളത്തിൽ പറയില്ല ഒന്നുമില്ല. ഇത് നാടോടികൾ. നാടോടി ഉണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി ഗൃഹം നമ്മൾ ഉണ്ടാക്കി കൊടുക്കില്ലേ, ഗവൺമെന്റോ അല്ലെങ്കിൽ എന്താ പറയും. എന്തായാലും ഒരു ഒന്നുമില്ലാത്ത ആള് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആളുടെ വല്ലതും ഉണ്ടെങ്കിൽ അത് മോഷ്ടിക്കും നമ്മള്. ഒരിക്കലും നമ്മൾ ചെയ്യില്ല. അതെ, ആളെ എന്നെ ആശ്രയിച്ചു വന്നു, ഞാൻ എന്തെങ്കിലും ചെയ്ത് വിശ്വാസം നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അയാൾക്ക് എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്തിരിക്കോ എന്നുള്ള ഭക്ഷണം വെച്ചുള്ള ഒരു 5000 രൂപ പിടിച്ചോളൂ, നിങ്ങൾക്ക് എന്താ ചെയ്യും, ഇവിടെ തന്നെ ഇരുന്നോളൂ, ഒരു പ്രശ്നമില്ല, ബാക്കി എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതാണ് ചെയ്യേണ്ടത്. അതിന് പറയാം അങ്ങനത്തെ ചെയ്യണേ. എല്ലായിടത്തും തന്നെ വന്ന ആൾക്കാരുടെ മുഴുവൻ തട്ടിക്കൊണ്ടെടുത്ത് പോകുന്നു. നല്ല കാര്യമാണല്ലോ. എന്നാൽ അവരുടേത് മോഷിക്കുകയാണ് വേണ്ടേ? എന്നാൽ അവര് എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അവർ എന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും ധനികന്മാർ കുറെ ആൾക്കാരുണ്ട്, അവരെ എന്തെങ്കിലും മോഷ്ടിച്ച് ഇവർക്ക് കൊടുക്കലേ വേണ്ടേ? ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇതാ ചെയ്യുള്ളൂ. ഇത് എന്നെ ആശ്രയിക്കാൻ വന്ന ആൾക്കാരുടെ സകലം ഞാൻ മോഷ്ടിക്കും. ഇതൊരു കളനാണ്. അത് ആവശ്യമുണ്ടാകും. കൃഷ്ണന് ആവശ്യമുണ്ടാകും. ലക്ഷ്മീപതിയാണ് കൃഷ്ണൻ. എല്ലാ ഐശ്വര്യങ്ങളുടെയും ദേവതയായിരിക്കും ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ്. ഇത്രയധികം ധനം ആർക്കില്ല, ഇത്രയുണ്ട്. എന്നിട്ട് ഇവരുടെ ഈ പദാശ്രിതന്മാരെ, എന്നെ ആശ്രയിച്ചു വരുന്ന ആൾക്കാരെ കട്ടിടവന്റെ കാര്യമുണ്ട് കൃഷ്ണൻ. അതേസമയം ആ ശങ്കരനെ നോക്കും, ശിവനെ നോക്കും, വീടുമില്ല, കുടിയില്ല, ഒന്നുമില്ല. താമസിക്കുന്ന എവിടെയാണ്? ചുടല കാടിലാണ്. ഡ്രസ്സ് ഉണ്ടാവില്ല, ഒരു നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആകെ കൂടി ഒരു മാണ്ടൂല എന്താ സാധനം, കുളിത്തോല സാധനം കൊണ്ട് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ നന്നായി ഡ്രസ്സ് എന്ന ഭസ്മ അല്ലെ പൗഡർ ഭസ്മ എടുത്ത് എടുത്തിട്ട് അത് തേക്കും. അങ്ങനെ ഇരിക്കുന്ന ശിവനെ എടുത്ത് ഒരാൾ ആശ്രയിക്കാൻ വന്നു കഴിഞ്ഞാൽ ആൾക്ക് എല്ലാം കൊടുക്കും. ഒന്നുമില്ലാത്ത ശിവൻ, അത്രയും വൈരാഗ്യമായിട്ടുള്ള, ഏറ്റവും വൈരാഗ്യമായിട്ടുള്ള ശിവൻ ശങ്കരൻ, അവരെന്ത് ചെയ്യും? ആശ്രയിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ എടുത്തു കൊടുക്കും. നമ്മുടെ ആളോ ഹരിയോ ഇപ്പൊ കൃഷ്ണനോ, ലക്ഷ്മി വിദ്യാലയ കൃഷ്ണനോ എടുക്കുക ചെയ്യണം. കൗപീന കന്ധാഷിത വാനെ ആശ്രയിച്ച ഷഡ്ഗോസ്വാമിയായിരുന്നു നമുക്കറിയാം. തെക്വാദൂർണം അശേഷ മണ്ഡലപതി, അശേഷ മണ്ഡലപതി. അശനി അത്രയധികം ധനമുള്ള ആൾക്കാരായിരുന്നു. അശേഷ മണ്ഡലപതികളാണ് അവരെല്ലാം. രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥദാസ് ഗോസ്വാമി, ഇവരെല്ലാം വലിയ വലിയ ധനിക കുടുംബത്തിൽ ആൾക്കാരുണ്ട്. ഈ ധനിക കുടുംബന്മാരെ വന്നിട്ട് കൃഷ്ണനെ ആശ്രയിക്കുകയാണ്. പക്ഷെ അവിടെ മുഴുവൻ എടുക്കുകയാണ് ചെയ്യണം, കംപ്ലീറ്റ് എടുക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ആശ്രയിച്ച എന്താ കാര്യം? ആശ്രയിക്കുന്ന ആൾക്കാരുടെ എല്ലാം എടുത്തു കൊണ്ടുപോവാം. പദാശീനാം സമസ്ത ചൗരം ചൗരാഗ്രഗണ്യം കൃഷ്ണൻ. വേണ്ട, അത്രയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ നമ്മളെ മുഴുവൻ കട്ടാലും ശരി, എന്താ കക്കണം? കട്ട നമുക്ക് സകല അവസാനം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ എത്തിക്കും. നമ്മുടെ എല്ലാ ഗുണങ്ങളെയും കക്കും. അതിനുശേഷം വിശുദ്ധമായ നിലയിലെ കൃഷ്ണന്റെ അതേ വിശുദ്ധിയോടുകൂടി നമ്മളെയും വിശുദ്ധിയായി മാറ്റും. അത് ദേവന്മാർ പോലും അതിശയിച്ചു. ദേവന്മാർ, ബ്രഹ്മാവ്, ശിവ, ദാത്യ ഗണങ്ങളെല്ലാം അവരെ അത്ഭുതപ്പെട്ടു. അങ്ങനെ നിലയിലാണ് കൃഷ്ണാക്കളെ ആശ്രിതന്മാർ.
സകല ദേവന്മാരും നോക്കി നിൽക്കും. ബഹുമാനം കൊടുക്കുന്നത് കൃഷ്ണനോടാണ്. സമസ്ത ദേവ സമ്മാനം കേശവം പ്രതി ഗച്ഛതി. സകല ദേവന്മാരുടെയും ബഹുമാനങ്ങൾ കൃഷ്ണനിലേക്ക് പോകണം. അപ്പൊ ആ കൃഷ്ണനെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ എല്ലാം നമ്മളിൽ നിന്ന് എടുക്കും. പക്ഷെ അവസാനം എന്താണ്? അവസാനം നമ്മളെ പരിശുദ്ധമാക്കി എല്ലാ കറകളും മാറ്റി എല്ലാ ഗുണങ്ങളും മാറ്റി ശുദ്ധ സത്വത്തിലെത്തിച്ചിട്ട് കൃഷ്ണൻ നാമത്തിൽ നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടണ്ട. നമ്മളെല്ലാം കട്ടുകൊണ്ടുപോകുന്ന പേടിച്ച് നമ്മളായിരിക്കേണ്ട ആവശ്യമില്ല നടത്തും. ഇതല്ലേ ഇവിടെ കൃഷ്ണൻ പറയുന്നതാണ്. പദാശിദാനാം ച സമസ്ത ചൗരം ചൗരാഗ്രഗണ്യം പുരുഷം നമാമി. കൂടാണ്ട് എന്താണ്? അകിഞ്ചനീകൃത്യമദാശിതം യാം കരോതി ഭിക്ഷും പതിഗേഹഹീനം. അവസാനം എന്താക്കണം? വൃന്ദാവനത്തിലെ തെരുവുകളിൽ വെറും ഭിക്ഷാടനം ചെയ്യുന്ന ആളുകളെ പോലെ ആക്കിക്കളയാണ്. ഓരോരുത്തരും സകല ഭിക്ഷയാചിക്കാനായിട്ട് മാത്രം. ഇതാണ് നമ്മുടെ ഷഡ്ഗോസ്വാമിമാർ എങ്ങനെയാണ്? സകലെങ്കിലും യാചി ഓരോ മരത്തിൻ്റെ അടിയിൽ കിടക്കും. എന്നിട്ട് ഭിക്ഷാടനത്തിന് പോവും. പിന്നെ ഓരോ വീട്ടിൽ കയറി ഇറങ്ങി ഭിക്ഷയാചിക്കും. ആ നിലയിലേക്ക് അവിടെ എത്തിക്കും. കേനാഭിഹോ ഭീഷണ ചൗര ഇദ്രിക് ദൃഷ്ട്വാ ശ്രുതോവാൻ ജഗത്രേവ്യ. അങ്ങനെയുള്ള ഒരു ആളെ ഇത്രയും ആശ്രിതന്മാരെ മുഴുവൻ എടുത്ത് അവസാനം തെരുവ് ഭിക്ഷാടനയായിട്ട് വെറും ഭിക്ഷുക്കളായിട്ട് മാറ്റുന്ന ഇത്രയും ഒരാളെ, ഇങ്ങനൊരു കള്ളനെ ലോകത്തിൽ നമ്മൾ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ദൃഷ്ട്വാശുതോ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ചൗരൻ. അങ്ങനെയാണ് കൃഷ്ണൻ എല്ലാം ഹരിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞ. കൃഷ്ണൻ എല്ലാം ഹരിച്ചുകൊണ്ട് പോവോ? ഏയ് ഞാനെല്ലാം ഹരിക്കണം. പിന്നെ ഹര യദീയനാമാവി ഹരദ്യശേഷം ഗിരിപ്രസാരാൻ അഭി പാപരാശിൻ. ഞാനെല്ലാം ഹരിക്കണം. എന്താണ്? എൻ്റെ നാമമാണ്. എൻ്റെ നാമമാണ്. വെറും എൻ്റെ നാമം, കൃഷ്ണന്റെ നാമമാണ് സകലനെ ഹരിച്ചു. കൃഷ്ണൻ സ്വയം വേണ്ട ആവശ്യമില്ല. കൃഷ്ണന്റെ നാമം, കൃഷ്ണന്റെ സ്മരണ മാത്രം വിചാരിച്ചാൽ മതി. ഇപ്പം എന്തുണ്ടാവും? ഗിരിപ്രസാരാൻ അഭിപാപരാശീൻ. പർവ്വതം പോലെയുള്ള മല പോലത്തുള്ള പാപങ്ങൾ ഒന്ന് ഭസ്മമാക്കി കളയും. അപ്പൊ കൃഷ്ണൻ കക്കില്ല. കൃഷ്ണൻ നാമം കക്കും. എന്ത് കക്കണം? മല പോലെയുള്ള പർവ്വതങ്ങൾ പോലെയുള്ള ഈ പാപങ്ങള് കൃഷ്ണൻ നാമം കക്കും. ആശ്ചര്യരൂപോ നനു ചൗരഗിദ്രിക് ദൃഷ്ടോസുതോവാ ന മയാ കദാവി. അങ്ങനെയുള്ള ഒരു കള്ളനെ കുറിച്ച് ഞാനിത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത്ഭുത രൂപമാണ്. എല്ലാരെയും അത്ഭുതപ്പെടുന്ന രൂപമാണത്. കൃഷ്ണൻ രൂപം അങ്ങനെയാണ്. കൃഷ്ണൻ നാമത്തിന്റെ രൂപം അങ്ങനെ നാമരൂപത്തിലാണ് വരുന്നത്. പല രൂപമുണ്ട്. പക്ഷെ നാമരൂപമാണെന്ന് അത്ഭുതപ്പെടുത്തും. അങ്ങനെ രൂപമുണ്ടോ? നാമരൂപം നാമത്തിനും രൂപമായിട്ട് വരും. രൂപത്തെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. എങ്ങനെയായിരിക്കും അതിസുന്ദരനായിട്ട് കൃഷ്ണനെ കുറെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. പക്ഷേ കൃഷ്ണൻ രൂപത്തില്, നാമത്തിൻ്റെ രൂപത്തിൽ വരുന്നു. അത് ഭയങ്കര അത്ഭുതം. ഇതുവരെ കേട്ടില്ല, എവിടെയും കേട്ടില്ല. അങ്ങനെ ഒരു രൂപം നമ്മൾ കേട്ടിട്ടേ ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ ചൗരാഗ്രഹൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവസാനം പറയാണ് എന്താണ്? ഇനി നന്നായിട്ട് മോഷ്ടിച്ച എല്ലാം എടുത്തുകൊണ്ടേ. പക്ഷേ എന്ത് മോഷ്ടിച്ച് കുറെ നേരമല്ലേ പറഞ്ഞ മോഷ്ടിച്ച് എന്തിനെ കൊണ്ടേ എന്തൊക്കെയാണ് കൊണ്ടുപോയിക്കണമെന്ന് പറയൂ. ശരി, ഞാൻ പറയാം. ധനം ച മാനം ച തഥേന്ദ്രിയാണി പ്രാണം ഹൃത്വാ മമ സർവമേവാ. എൻ്റെ ധനം കൊണ്ടുപോയി, എൻ്റെ മാനം കൊണ്ടുപോയി. മാനം കപ്പലേറി എന്ന് പറയുന്നുണ്ട്.
എന്താ കാരണം നമ്മളെ എന്നിട്ട് ഇത്ര വലിയൊരു ഇത്ര വലിയ വലിയ പൊസിഷൻ എന്നിട്ട് അവസാനം തെരുവുകളിൽ ഒരു പിച്ചപാത്രം പിടിച്ചിട്ട് നടക്കുക. നല്ല കാര്യമാണോ അപ്പോൾ? കൃഷ്ണന് ശോഭ നൽകുന്ന കാരണം കൃഷ്ണന്റെ പ്രകാശനായിട്ട് ഞാൻ എന്റെ ധനം മുഴുവൻ കൊണ്ടേ പോയി, ഇത് കഴിഞ്ഞ് എന്റെ മാനവും കൊണ്ടേ, എന്റെ ഇന്ദ്രിയങ്ങളും കൊണ്ട്. ഇന്ദ്രിയം കൊണ്ടു ഇന്ത്യത്തിന് ആദ്യ സ്വാതന്ത്ര്യം എല്ലാം കൃഷ്ണനെ പറ്റി ആലോചിക്കുള്ളൂ, കൃഷ്ണനെ കാണുന്നു, കൃഷ്ണ കാര്യങ്ങൾ കേൾക്കുള്ളൂ, കൃഷ്ണന്റെ കർമ്മങ്ങളെ ചെയ്യുള്ളൂ. അപ്പൊ എന്റെ ഇന്ദ്രിയങ്ങൾ എവിടെ പോയി? അപ്പൊ എന്റെ ഇന്ദ്രിയങ്ങളും കട്ടുകൊണ്ടേ, എന്റെ ധനം കൊണ്ടുപോയി, എന്റെ മാനം കൊണ്ടുപോയി, എന്റെ ഇന്ദ്രിയങ്ങളും കൊണ്ടുപോയി, എന്റെ പ്രാണനും കൊണ്ടുപോയി, സകലവും കൊണ്ടുപോയി. പക്ഷെ ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ തോന്നുന്നത്? അല്ല, അതിരിക്കട്ടെ, ഞാൻ അങ്ങനെ വിളിച്ചിട്ട് തന്നെയാണ്, ഞാൻ വിളിച്ചു കൊണ്ടേയില്ല, ഞാൻ വിളിച്ചു, ഇത് ശരിയാണ്. കൃഷ്ണൻ ആദ്യത്തെ ഭാര്യ കൃഷ്ണൻ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? ആദ്യത്തെ ഭാര്യ ആരാ? രുക്മിണി കിഡ്നാപ്പ് ചെയ്യണ്ട കൃഷ്ണൻ അല്ലേ? എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അമ്പലത്തിൽ കയറി കഴിയുമ്പോൾ രുക്മിണി കിഡ്നാപ്പ് ചെയ്യണം. കൃഷ്ണൻ എന്തുകൊണ്ട് കിഡ്നാപ്പ് ചെയ്യണം? രുക്മിണിയെ കിഡ്നാപ്പ് ചെയ്യണം? കൃഷ്ണൻ അങ്ങനെ പോയി കിഡ്നാപ്പ് ചെയ്യണമാണ്. രുക്മിണി വിളിക്കണല്ലേ? രുക്മിണി പറഞ്ഞിട്ട് ചെയ്യണം അല്ലേ? രുക്മിണി വിളിച്ചു, മെസ്സേജ് അയക്കണു, ബ്രാഹ്മണനെ അയക്കണു, കത്ത് അയച്ചു കൊടുക്കണോ? എന്നെ കിഡ്നാപ്പ് ചെയ്യണം കൃഷ്ണ, അങ്ങനെ എന്നെ എല്ലാവരും പൂജ എന്നെ കിഡ്നാപ്പ് ചെയ്ത് പോകണം. എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയപ്പോ പ്രശ്നം ഇതേപോലെയാണ്. എന്നെ കൊണ്ട് ഇങ്ങോട്ട് വരൂ, എന്നെ എല്ലാം എടുത്തുള്ളൂ, എന്റെ അടുത്തുള്ള ഇങ്ങനെ പറഞ്ഞ ശേഷം വന്നിട്ട് എടുത്തു കഴിഞ്ഞപ്പോ പറയാണ് അതിന്റെ എന്റെ ധനം പോയി, എന്റെ മാനം പോയി, എന്റെ പ്രാണൻ പോയി, എന്റെ ഇന്ദ്രിയങ്ങൾ പോയി. ഇതൊന്നും കേൾക്കാൻ ഞാൻ പോവാണ് ഇവിടുന്ന്. വെറുതെ ഓരോ പറഞ്ഞ അവസാനം അങ്ങനെ പോവല്ലേ കൃഷ്ണ? ഇത് പറഞ്ഞ് ഓടിപ്പോവാണ്. ഞാൻ അതിനാണ് തന്നതെല്ലാം. പലായസേ കുത ധൃതോ അദ്യോ ചൗര, എന്റെ എല്ലാം കൊണ്ടേയിട്ട് നീ ഓടിപ്പോവാൻ വിചാരിക്കണോ? അത് നടക്കില്ല, അത് ഞാൻ സമ്മതിക്കില്ല. അതിനെല്ലാം നിന്നെ വിളിച്ചേനെ, എന്റെ എല്ലാം എടുത്തോളൂ, പക്ഷെ എന്റെ അടുത്ത് തന്നെ ഇരിക്കണം, വേറെ എവിടെയും പോകാൻ പാടില്ല. സകലം എടുത്തോളൂ, എന്റെ ധനം എടുത്തോളൂ, എന്റെ മാനം എടുത്തോളൂ, എന്റെ ഇന്ദ്രിയങ്ങൾ എടുത്തോളൂ, എന്റെ മനസ്സെടുത്തോളൂ, എന്റെ ഹൃദയം എടുത്തോളൂ, എന്റെ പ്രാണൻ എടുത്തോളൂ, എന്റെ ആത്മാവ് എടുത്തോളൂ, എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ എടുത്തോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ അതും പിടിച്ചായിട്ട് ഓടിപ്പോകരുത്, അതും പിടിച്ചെടുത്ത് ഓടിപ്പോകരുത്. ചൗര, കള്ള, നീ ഇത് ഇവിടെ ഓടിപ്പോവാണ്, എല്ലാം എടുത്തോണ്ട് ഓടിപ്പോകാൻ വിചാരിക്കുകയാണ് അല്ലേ? എന്നെ എല്ലാം എടുത്തിട്ട് ഓടിപ്പോകാൻ വിചാരിക്കും അല്ലേ? അതും നടക്കില്ല. ഞാൻ കെട്ടിയിടുന്നു തന്നെ. കെട്ടിയിടുന്നു ആരെയോടോ കെട്ടിടാൻ വന്നേ? എന്നെ മമ്മി എന്നെ കെട്ടിടാൻ നോക്കിയിട്ട് വേണ്ട ബുദ്ധിമുട്ടുണ്ട്. രാവിലെ മുതൽ എന്നെ കെട്ടി തുടങ്ങിയതാ. കെട്ടി 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 ഉച്ചയായി വൈകുന്നേരമായിട്ടും കെട്ടിടുന്ന ആകെ വേർത്ത് കുളിച്ച്, എന്റെ മമ്മി ആകെ വേർത്ത് കുളിച്ച് പസീനെ വെള്ളമായി. എന്നെ കെട്ടാൻ നോക്കിയിട്ട് ഒരു 4 ഇഞ്ച് 2 ചാണ് എപ്പോഴും വ്യത്യാസം. ഇപ്പൊ വൃന്ദാവനത്തിരിക്കുന്ന എല്ലാ കയറും എടുത്തുകൊണ്ടുവന്നു, എന്നെ കൂട്ടിക്കെട്ടി, എന്നിട്ടും നടന്നില്ല. എന്നിട്ട് അങ്ങനെ എന്നോട് എന്നെ കെട്ടിയിട്ടും പറഞ്ഞ അല്ലേ? അതെന്റെ കാര്യം ഇല്ല. ശരിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. യശോദ മാതാജി കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നില്ല, ഞങ്ങൾക്കറിയാം. അവസാനം അങ്ങനെ വിട്ടുകൊടുത്തിട്ട് കെട്ടുകയാണ് എനിക്കറിയാം. പക്ഷെ ഞാൻ കെട്ടുന്നത് എനിക്കറിയാം, ലോകത്തിരിക്കുന്ന എല്ലാ കയറുകളും കൂട്ടിക്കെട്ടിയാണ് ശരി. കിലോമീറ്റർ 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 കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്ററുള്ള കയറ് കൊണ്ടുവച്ചാൽ അങ്ങനെ കെട്ടാൻ പറ്റില്ല. പക്ഷെ ഞാൻ കെട്ടുന്ന വേറെ കയറാണ്, സാധാരണ കയറല്ല. അങ്ങനെ കയറുണ്ട് പോലോ. എന്താണ്? ത്വം ഭക്തിദാം നാസി മയാ ദീർഘാം, എന്റെ കയ്യിലിപ്പം നിന്നെ കിട്ടിയിരിക്കുകയാണ്, ഇനി ഞാൻ നിന്നെ കെട്ടിയിടുന്നോണ്ട് എന്റെ ഭക്തിയായ ശരീരമുണ്ട്, ഭക്തിയായ കയറുണ്ട്. ഭക്തി ദാംനാസി, ദാംന ചെഞ്ഞൻ കയർ, ഭക്തിയാകുന്ന കയറുകൊണ്ട് ഞാൻ നിന്നെ കെട്ടിയിടാൻ പോവുകയാണ്. കാരണം കെട്ടഴിക്കാൻ ഭയങ്കര മിടുക്കനാന്ന് എനിക്കറിയാം, നന്നായിട്ട് അറിയാം എനിക്ക്. സകല കെട്ടുകളും അഴിച്ചു മാറ്റും.
ഒരു ദിക്കിലും അപ്പോൾ ഒറ്റ കെട്ടിനും കൊണ്ട് അതിനെ കിട്ടാൻ പറ്റില്ല. എനിക്കറിയാം. കെട്ടെല്ലാം അഴിച്ചു മാറ്റും. എനിക്കറിയേ എന്താണ് ചിന്തൻസി ഘോരം യമപാശബന്ധം ചിന്ന ഭിന്നമാക്കും. യമദേവന്റെ കയറെന്നുള്ളത് ചിന്ന ഭിന്നമാക്കും. വെറും നാമം കൊണ്ട് ചിന്ന ഭിന്നമാക്കും. ആരാണ് യമാപാശം നാമം കൊണ്ട് തകർത്ത് കളയണം? ആരാണ്? ഒരു ഭക്തനല്ല. മാർക്കണ്ഡേയനല്ല, അജാമ്ലൻ. യമദൂതന്മാര് വന്നിട്ട് പാശം എറിഞ്ഞ് അജാമളിനെ കെട്ടിയങ്ങട്. അജാമൾ നാരായണാന്ന് വിളിച്ചത് കൃഷ്ണനല്ല. പക്ഷേ കൃഷ്ണൻ നാമം വിളിച്ചുപോയി, അറിയാണ്ടേ വിളിച്ചുപോയി. എന്നിട്ട് പോലും ആ യമദൂതന്മാരുടെ ആ കയറ് കഷ്ണമാണ്. യമദൂതന്മാരുടെ റെക്കോർഡ് മുഴുവൻ പോയി. ഇതുവരെ തോറ്റിട്ടില്ല, എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. സകല ആൾക്കാരെയും കെട്ടിയെടുത്തിട്ട് യമന്റെ അടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കാരെ പറ്റില്ല. അത്ര എക്സ്പേർട്സ് അവരെ, ഭയങ്കര എക്സ്പേർട്സാണ് കെട്ടിക്കൊണ്ടുപോകാൻ. പക്ഷെ ഇവിടെ ആരും കണ്ടുകൂടില്ല. നാമം പറഞ്ഞ ഡിങ് അത് പൊട്ടിപ്പോയി. നേരെ യമന്റെ അടുത്ത് ഇത് ഇങ്ങനെ സംഭവിച്ചു, നമ്മുടെ റെക്കോർഡ് മുഴുവൻ മോശമായിട്ടോ, നിങ്ങൾ എന്തല്ലേ കാര്യം ചെയ്യുന്നത്, നിങ്ങൾ അവിടേക്ക് പോകണ്ട. കൃഷ്ണന്റെ നാമം എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോകാതിരിക്കാൻ തന്നെ. അപ്പൊ നിങ്ങളുടെ റെക്കോർഡും കുഴപ്പമുണ്ടാകും. ചിന്നൻസി അപ്പോ അതറിയാം. ചിന്നൻസി ഘോരം യമപാശബന്ധം. ചിന്നൻസി ഘോരം മമപാശം. യമന്റെ ഭയങ്കര മുറിക്കാൻ പറ്റാത്ത കയറ് യമപാശം. അതിനെ പിന്നെ ചിന്ന ഭിന്നമാക്കാൻ കഴിവുണ്ട് എനിക്കറിയാം. മാത്രമാണോ? ഭിനത്സി ഭീമം ഭാപാശബന്ധം. ഭവപാശം. എന്നീ ഭാവപാശം ഭൗതികമായ കാര്യങ്ങളുടെ ഇച്ഛ. ഭവസാഗരം നമ്മൾ കേട്ടിട്ടുണ്ട്, ഭൗതികമായ സാഗരം. ഭവപാശം ആ ഭാഗത്ത് നമ്മൾ കെട്ടിയിട്ടേക്കാം. നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, വീട്, കുടുംബം, നാട്, വീട്, ഉറ്റവരും ഉടയവരും, ഇതെല്ലാം കെട്ടിയിട്ട് നമ്മൾ മുറുകിയിരിക്കണം. അങ്ങനെയുള്ള കെട്ടിനെ തകർത്ത് കളയും. ഭിനസി ഭീമം ഭാപാശബന്ധം. ഈ ഭൗതിക ലോകത്ത് നമ്മൾ തളച്ചിട്ടിരിക്കുന്ന ഈ കയറ് എന്തായിക്കോട്ടെ. ചിലപ്പോൾ പല കയറുകളുണ്ട് നമ്മളെ കേട്ടിട്ടുണ്ട്. സ്വർണം കൊണ്ടുള്ള കയറ്, വെള്ളി കൊണ്ടുള്ള കയറ്, ഇരുമ്പ് കയറ്, നൈലോൺ കയറ്, പട്ടുനൂല്, അങ്ങനെ കുറേ കയറുകളുണ്ട് ഈ ലോകത്ത്. ഈ കയറ് കൊണ്ട് നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെയുള്ള ഈ ഭവപാശം അതിനെ കീറി മുറുകി, അതിനെ വെട്ടി നാശാക്കി. ചിനസി സർവസ്യ സമസ്തബന്ധം. ചിനസി സർവസ്യ സമസ്തബന്ധം. എല്ലാവരുടെയും എല്ലാ ബന്ധങ്ങളും. സർവസ്യ സമസ്തബന്ധം. അങ്ങനെ എല്ലാ ബന്ധങ്ങളും മുറിക്കാൻ നീ എക്സ്പെർട്ടാണ്, എന്നായിട്ടറിയാം. യമപാശം മുറിക്കും, ഭാപാശം മുറിക്കും, പിന്നെ മുറിക്കുക സകല ബന്ധങ്ങളും മുറിക്കും. സമസ്ത ബന്ധം എല്ലാവരുടെയും, സർവസ്യ സമസ്ത ബന്ധം, സകല ആൾക്കാരുടെയും മുറിക്കാൻ എക്സ്പെർട്ട്. അതുകൊണ്ട് കയറ് മുറിക്കാനുള്ളത് ഞാൻ എക്സ്പേർട്ടാണ്, കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നൈവാത്മനോ ഭക്തകൃതം തു ബന്ധം. എന്നാൽ എൻ്റെ ആ ഭക്തന്മാരുടെ കയറുണ്ടല്ലോ, അത് മുറിക്കാൻ പറ്റും. അത് കൃഷ്ണൻ വിചാരിച്ചാൽ നടക്കില്ല. കാണിച്ചോ? പറ്റുമോ? ഭക്തന്മാരുടെ കയറ്, ഭക്തന്മാരുടെ സ്നേഹപാശം, അതൊരിക്കലും കൃഷ്ണൻ മുറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്നെ ഇവിടെ കെട്ടിയിട്ടിട്ട് നിന്നെ തന്നെ ജയിലിടാക്കുവാണ്. ജയിലോ? മന്മാനസി തമാസ ഋഷികോരെ കാരാഗ്രഹേ. ഘോരമായിട്ട് എന്നെയാണോ ജയിലാക്കുന്നത്? ഞാൻ ജനിച്ച നാള്
ജനിച്ച നാൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ജയിലിൽ ചാടിയാളാണ്. അത് സാധാരണ ജയിലാണോ? അതിൽ ഏറ്റവും ഘോരം, അത് ഏറ്റവും വലിയ സുശക്തമായിട്ടുള്ള സെക്യൂരിറ്റി ആയിട്ടുള്ള, ഇത്രയും സെക്യൂരിറ്റി ഉള്ള ജയിൽ എവിടെയില്ല. 10-15 അടി വീതിയുള്ള മതിൽ വാൾസാണ്, അത് ചുമരുകളാണത്. ഓരോ 10 അങ്ങനെ കുറേ ചുമരുകൾ, ഓരോ ചുമരിൻ്റെ ഉള്ളിലും ധാരാളം പടയാളികൾ, വാളേന്തിയ, ഖഡ്ഗമേറിയ, തോക്കേന്തിയ കുറേ പടയാളികൾ. അതിൻ്റെ ഓരോ വാതിലും ഓരോന്നിനും അങ്ങനെ 8-10 വാതിൽ, വലിയ കട്ടിയുള്ള ഇരുമ്പ് വാതിലുകൾ. ഇതെല്ലാം അടക്കുന്ന ജയിലിൻ്റെ ഉള്ളിലാണ് എന്നിട്ടേനെ. ഇതിനെ നോക്കുന്ന കംസൻ. എന്നിട്ട് ഇവരെല്ലാം കണ്ണു വെട്ടിച്ച് ഞാൻ ജനിച്ച എൻ്റെ ജന്മ അത് ആഘോഷിക്കുകയാണെങ്കിൽ അപ്പോൾ 1 മണിക്കൂറിന് ഞാൻ ഇവിടെ ചാടിക്കഴിഞ്ഞു. എന്നെയാണോ ജയിലിൽ? ജന്മാഷ്ടമി രാത്രിയില്ല, രോഹിണി നക്ഷത്രം രാത്രി, ജന്മാഷ്ടമി രാത്രി 12 മണിക്ക് ഞാൻ വന്നിട്ട് ഇത് ആഘോഷം ചെയ്യണേക്കാളും മുമ്പ് വന്നാൽ ഞാൻ ജയിലിൽ നിന്ന് പുറത്തു പോയി നിന്നിട്ടാണ് വൃന്ദാവനത്തിൽ പോയിട്ടാണ്, ഗോകുലത്തിൽ പോയിട്ടാണ് ആഘോഷിക്കണം ജന്മം. അങ്ങനെ എന്നെയാണ് ജയിലിൽ പോകണം. ഒന്ന് ഇട്ടുക, കാണിച്ചു തരാം. അങ്ങനെ ജയിലുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ജയിലുണ്ടോ? ഇടാൻ പറ്റുമോ? അത് എന്താണ് ഞാനങ്ങനെ എന്താണ് എവിടെ ഇടാൻ പോണ്? വൻ മനസ്സേ തമസ ഋഷിഘോരം രാശിഘോരം. എൻ്റെ മനസ്സാകുന്ന തമസാന്ധകാരം. എൻ്റെ മനസ്സാകുന്ന തമസമാണോ? തമാകുന്നത് അത്രയും ഘോരമായിട്ട് അന്ധകാരം, അതിഘോരമായിട്ടുള്ള അന്ധകാരത്തിനാണ്. ആ അന്ധകാരത്തിന്റെ ഉള്ളിലാണ് കാരാഗൃഹേ ദുഃഖമയേ നിബദ്ധ. മിസറബിൾ പ്രിസൺ. എൻ്റെ ഉള്ളിൽ വളരെ ദുഃഖത്തോട് കൂടിയിട്ട് തടവുകാരനായിട്ട് ഇരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ജയിലാണത്, സാധാരണ ജയിലല്ല. എൻ്റെ മനസ്സാകുന്ന ഇരുട്ടറയില്, കഠിനമായ വലിയ ഇരുട്ടറ. ആ ഇരുട്ടറയുടെ ഉള്ളിലാണ് ഞാൻ ഇടാൻ പോകുന്നത്. ലഭസ്സേ ചൗര ചിര സൗചൗര്യ ദൂഷിതം ഏവദണ്ഡം ലഭസ്വദണ്ഡം. ലഭസ് ഉചിതമായ ദണ്ഡമാണ്. നിനക്ക് പറ്റിയ ശിക്ഷയാണ്. ഇത്രയും കാലം കുറെ കള്ളത്തരം കാണിച്ചിട്ട്, കുറെ മോഷണം നടത്തിയിട്ട്, സകല കാര്യങ്ങളും മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട്, ഈ മോഷണം ചെയ്തതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ദണ്ഡമാണ് ഞാൻ തരാം. എന്താണ്? എൻ്റെ ഘോരമായ അന്ധകാരം നിറഞ്ഞ ആ അറയില്, മനസ്സാകുന്ന അറയിനുള്ളില് പിന്നെ ഞാൻ എവിടെ ഇടാൻ പോവാണ്. എനിക്ക് അവിടുന്ന് പുറത്തു പോകാൻ കാണിച്ചു. പുറത്തു പോകാൻ പറ്റുമോ? കാരാഗൃഹേ വസ സദാ ഹൃദയ മദീയേ മത് ഭക്തിപാശ ഹൃദബന്ധ നിശ്ചലസാൻ. എൻ്റെ ഹൃദയത്തില് നീ കാരാഗൃഹേ, എൻ്റെ ഹൃദയത്തില് എൻ്റെ ആ ഭക്തിയാകുന്ന ആ കയറാൽ കെട്ടപ്പെട്ട് നിശ്ചലസാൻ. നിശ്ചലസാൻ അനങ്ങാൻ പോലും പറ്റാണ്ടേ, അനങ്ങാൻ പറ്റില്ല. ഒന്ന് അനങ്ങാൻ പറ്റുമോ? യുഷ്ണ എന്നെ ഇങ്ങനെ ഇട്ട് എൻ്റെ അനങ്ങാൻ പറ്റില്ല. മുറിക്കിച്ച് കെട്ടി നിശ്ചലമാക്കിയിട്ട് ഒരു അറയില്ല, ആ അറയിൽ നിന്നിടാൻ പോകും. പുറത്തു പോവാ, കാണിച്ച ഇപ്പൊ പറഞ്ഞിട്ട് വലിയ എന്നെ ജയിലിടാൻ പറ്റുമോ? എന്നെ കിട്ടാൻ പറ്റുമോ? എനിക്ക് ചോദിച്ചതല്ലേ. ഇപ്പൊ ഒന്ന് ചെയ്യൂ, പുറത്തു പോവാ, കാണട്ടെ. ചാടിത്തുള്ളി പുറത്തേക്ക് പോവാ. അനങ്ങാൻ പറ്റില്ല, നിശ്ചലമാക്കി നിർത്തിക്കുകയാണ്, കെട്ടിയിട്ടേക്കാണ്. കെട്ടിയിട്ടിട്ട് ആ അറയിലിട്ടേക്കാണ്. എന്നിട്ട് ത്വം കൃഷ്ണ ഹേ പ്രളയ കൂടി ശുദ്ധാന്തരേപി. കോടാനുകൂടി പ്രളയം ഉണ്ടാക്കിയാണ് നീ, കോടാനുകൂടി പ്രളയം ഉണ്ടാക്കി. അത് എത്ര പ്രളയം ഉണ്ടായാലും ശരി, എത്ര കഴിഞ്ഞാലും ശരി, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ പറ്റും. അതിനുള്ളിൽ ഞാൻ കെട്ടിയിടുന്നുണ്ട്. ഇതാണ് ശിക്ഷ. ഇത്രയും കള്ളതരം കാണിച്ചതിൻ്റെ ശിക്ഷ ഇതാണ്. അപ്പോ വിലങ്ങ് സ്വാമികൾ പറയണം, ഇത് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ശിക്ഷയാണ്. അപ്പൊ അങ്ങനെ ശിക്ഷ നമുക്ക് കൃഷ്ണ കൊടുക്കണമെന്നുണ്ടോ? ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ? ശോജ ആദ്യം ചാടി വേണം. ഉണ്ട് അല്ലേ? കൃഷ്ണ ശിക്ഷിക്കണം. അല്ലേ? കൃഷ്ണ ഭാഗത്തില്
ഒന്നാം സ്കന്ധം 1-ാം അധ്യായത്തിൽ 2-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സദ്യഹൃദയെ അവരുദ്ധ്യതേ അത്ര കൃത്രിഭി ശുശ്രുഭോഭി തക്ഷണ. ശുശ്രൂഷ ചെയ്യാൻ കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടായാൽ അവരുദ്ധ്യത എന്ന് വാക്ക് വയ്ക്കുന്നുണ്ട്. അവരുദ്ധ്യതേ, ഹൃദയത്തിനുള്ളില് ഹൃദയത്തിനുള്ളിലെ കൃഷ്ണൻ ഇരിക്കും. പക്ഷെ എന്താണ്? ശുശ്രൂഷുബി, അതാണ് പറയുന്നത്. ശുശ്രൂഷുബി, ആ കേൾക്കാനുള്ള ആഗ്രഹമാണ്. കേൾക്കണമെന്നില്ല, കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടായാലും മതി. കൃഷ്ണനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്, കൃഷ്ണന്റെ സ്മരണ, കൃഷ്ണൻ നാമം, കൃഷ്ണൻ ലീലകള്, ഇത് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ പോലും കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിൽ വരും. ഹി വിൽ ലോക്ക് ഹിംസെൽഫ് അപ്പ്. ഹൃദയത്തിനുള്ളില് സ്വയം ഭഗവാൻ പൂട്ടി നിൽക്കും. ശുശ്രൂഷുബി തക്ഷണാൽ, ആ സമയത്ത് തന്നെ, ആ നിമിഷം, ഒട്ടും വൈകില്ല. ഉടനെ നമുക്ക് ആഗ്രഹിച്ച കൃഷ്ണ, എനിക്ക് കൃഷ്ണനെ ആലോചിക്കണം, കൃഷ്ണൻ നാമം പറയണം, കൃഷ്ണന്റെ കഥകൾ കേൾക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ തന്നെ ഉടനെ കൃഷ്ണൻ തടവുകാരനായിട്ട് ഹൃദയത്തിൽ വീഴും. അങ്ങനെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കൃഷ്ണൻ എല്ലാവരുടെ ഹൃദയത്തിലും തടവുകാരനായിട്ട് ഹൃദയത്തിൽ വസിക്കട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഈ ക്ലാസ് എന്നുള്ളത് ആക്ച്വലി വീഡിയോ നിന്നാണ്. ഹിസ് ഹോളിനെസ് ഭക്തി ആശ്രയ വൈഷ്ണവ സ്വാമി എന്ന സന്യാസി, ഇസ്കോൺ ഒറീസയിലാണ്. വളരെ നല്ല ഭക്തി, വളരെ രസകരമായിട്ടുള്ള അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലാണ്, അതിന്റെ ആശയം നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്സാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ നമ്മൾ നിസ്കരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പറയാൻ വേണ്ടി എല്ലാവർക്കും ആ കള്ളനെ പിടിച്ചിട്ട് ഹൃദയത്തിലാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സക്സസ്ഫുൾ. ഹരേ കൃഷ്ണ. Thank you. जय हो, भगवान की जय हो, श्री बिल्लमंगल स्वामी की जय हो, प्रभात की जय हो, जय प्रेमानंदी. हरे हरे बोल, हरे